അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജിപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അഫ്ളലുൽ ഉലമയുടെ 6ാം സെമസ്റ്റർ വിഭാഗക്കാരുടെ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ്. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. തൊട്ട് മുമ്പത്തെ വർഷത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എല്ലാവരും എജിപീഡിയ ട്യൂട്ടോറിയൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ 6th സെമസ്റ്ററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. എക്സാമിനോട് അനുബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകളും മറ്റു എക്സാം ഓറിയൻറ്റഡ് ഡിസ്കഷൻസൊക്കെ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ബയ്യിൻ അൻ ഉസ്റത്തിൽ മഖാദീം, മുഖ്ദൂം കുടുംബത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്. മുഖ്ദൂം കുടുംബം നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം അത് കാര്യമായി മുന്നോട്ട് നയിച്ചത് മഖ്ദൂം കുടുംബങ്ങളായിരുന്നു. അവരെക്കുറിച്ചുള്ളതാണ് ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കാനത്ത് ഉസ്റത്തുൽ മഖാദീമി മിമ്മൻ നസല ഫി ദിയാരി കൈരല ഫിൻ ഖർനിൽ ഖാമിസ് ആഷർ അൽ മീലാദി ഖാദിമത്തൻ മിൻ ബിലാദിൽ യമനി. മഖ്ദൂം കുടുംബം സത്യത്തിൽ കേരളത്തിലേക്ക് വരുന്നത് 15ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുവർഷപ്രകാരം. അവർ വരുന്നത് യമൻ ദേശത്തു നിന്നാണ് കേട്ടോ. യമനിൽ നിന്നാണ് അവർ വരുന്നത്. മുറൂറം ബി മനാത്തുക്ക് തമിഴ്നാടു, അവർ നേരെ വരുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അവിടെ കോറമണ്ഡലം എന്ന് പറയുന്ന മഅബർ എന്ന് നമ്മൾ അറബിയിൽ വിളിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ വന്നത്. അമിൻഹ ഇല കൂഷിൻ, അവിടെ നിന്ന് നമ്മളെ കേരളത്തിലെ കൊച്ചിയിലേക്കാണ് വന്നത്. എത്തായിസ്തഖറു ഫി ഖറിയത്തി ഫൂനാനി, പിന്നീട് അവർ സ്ഥിരതാമസമാക്കിയത് നമ്മുടെ പൊന്നാനി എന്ന് പറയുന്ന ദേശത്തുമാണ്. ഇതാണ് മഖ്ദൂം കുടുംബത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചാൽ നമുക്ക് അത്രയും ഭാഗം എഴുതിയാൽ മതി, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണല്ലോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ കാണുന്നത് ഫി അയ്യി സനത്തിൻ കാനൽ ഫത്ഹുൽ ഇസ്ലാമി അൽ അവൽ ഫിൽ ഹിന്ദി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു കോൺഗർ ഉണ്ടാവുന്നത്, എനിക്ക് ഇസ്ലാം ഒരു എന്താ പറയേണ്ടത് ഒരു വിജയം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് വർഷത്തിലാണ്? അത് നയിച്ചിരുന്ന ഖായിദ് ആരായിരുന്നു അതിൻ്റെ തലവൻ എന്നായിരുന്നു അതിൻ്റെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, വളരെ മുമ്പ് തന്നെ ഈ സ്വഹാബികളെയൊക്കെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പിന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തിയതിൻ്റെ കഥകൾ പറയുമ്പോൾ അത് നമുക്ക് ഹിജറ 44 പിന്നെ അതിൻ്റെ ഒരു കോൺഗർ എന്ന് പറയുന്ന ഫത്ഹ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ മുമ്പും ഇവർ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കൊക്കെ അവർ വന്നിട്ടുണ്ടാവാം. ചർച്ച അതല്ല. ഇവർ ഇന്ത്യയെ ഫത്ഹ് ചെയ്തത് ആദ്യമായിട്ട് 44 അത് നയിച്ചിരുന്നത് അൽ മുഹല്ലബ് ബിൻ അബി സുഫറ എന്ന് പറയുന്ന ഒരു ലീഡറുടെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. ഞാൻ അതോടൊപ്പം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളെല്ലാം വരുന്ന പേജ് നമ്പർ അടക്കം ഞാൻ പറയണമെന്ന് കരുതിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് മഖ്ദൂം കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ച പേജ് നമ്പർ 19 പറയുന്നുണ്ട്. ഈ പറയുന്ന ചർച്ച നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ റൈറ്റിംഗ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ പേജ് നമ്പർ 7 നോക്കിയാൽ കാണാൻ പറ്റും. പേജ് നമ്പർ 7 ഈ വിഷയം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസിൽ പറയുന്നത് മൂന്നാമത്തേത് മൻ മുഅല്ലിഫു തഫീമാത്തിൽ ഇലാഹിയ അമ്മാ മൗളൂഉഹു. മുമ്പ് നമ്മൾ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ ആ ചാപ്റ്ററിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഓരോ ഗ്രന്ഥങ്ങൾ സംബന്ധിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ഏത് പിന്നെ ഇന്ത്യൻ റൈറ്റിങ്സിലുള്ളതൊക്കെ ഇന്ത്യയിലെ എഴുത്തുകാരെ സംബന്ധിച്ചാണല്ലോ. അതിൽ ഓരോ എഴുത്തുകാരും ഓരോ പണ്ഡിതന്മാരും അവർ എഴുതിയ കൃതികളും അതിൻ്റെ ഉള്ളടക്കവും നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് പലപ്പോഴും പല രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണമെന്ന് നമ്മൾ ഉണർത്തിയിരുന്നു. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. തഫീമാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഓക്കെ, പിന്നെ ഷാ വലിയുല്ലാഹി ദഹ്ലവിയാണ് തഫീമാത്തുൽ ഇലാഹിയയുടെ. നമ്മൾ ഓൾറെഡി ആ ക്ലാസ് എടുത്ത സമയത്ത് ചർച്ച ചെയ്തതാണ്. ആയിക്കോട്ടെ, അതിലെ കണ്ടൻ്റാണ് അടുത്ത ചോദ്യം. മൗലൂആത്തുൻ മുഖ്തലിഫത്തുൻ തതഅല്ലഖു ബിദ്ദീനി വത്തസവുഫി.
അതിലുണ്ടായിരുന്ന കോണ്ടൻസ് എന്ന് പറയുന്നത് ദീന് തസവൂഫ് അല്ലെ, പിന്നെ സൂഫി മാർഗം, അതുപോലെ ദീൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്താൽ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മൻ ഹുവ അമീർ ഖുസ്റു ബിമ യുലഖബു. അമീർ ഖുസ്റു എന്ന് പറയുന്ന ആരാണ്, എന്താണ് അവരുടെ ലഖബ് എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ പുസ്തകത്തിൽ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് കിട്ടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ബുക്കിൽ അമീർ ഖുസ്റുവിനെ കുറിച്ച് പറയുന്നില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം പറയേണ്ടത് അബൂബക്കർ ഷാലിയാത്തിയെക്കുറിച്ച്, ഇമാം ഷാലിയാത്തിയെക്കുറിച്ചുള്ള ചർച്ചകളും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പുസ്തകത്തിൽ അത് കാണുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അടുക്കൊന്ന് റെഫർ ചെയ്യുന്നത് നന്നാവും. അതിൽ അമീർ ഖുസ്റു എന്ന് പറയുന്നത് വലിയൊരു പിന്നെ ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഹസൻ എന്നാണ്. അബുൽ ഹസൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അബുൽ ഹസൻ അവരല്ല കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത നദവി അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്, അബുൽ ഹസൻ നദവി, അലി നദവിയെക്കുറിച്ചല്ല, ഇത് വേറെ ആളാണ്. ഇത് പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന ഡൽഹിയിലെ അവരുടെ താബിയും അവരുടെ ശിഷ്യനുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന അബുൽ ഹസൻ എന്ന പേരുള്ള കുഞ്ഞത്ത് ഇലമുള്ള പണ്ഡിതനാണ്, കവിയാണ് ഈ അമീർ ഖുസ്റു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിച്ചത്. അമീർ ഖുസ്റു എന്ന് പറയുന്നത് അബുൽ ഹസൻ എന്ന് ഉത്തരം എഴുതിയാൽ മതി, അതാണ് അവരുടെ നാമം, കുഞ്ഞത്ത് കൊടുത്താൽ മതി. പിന്നെ അവരുടെ ലഖബ് എന്താണെന്ന് ചോദിച്ചത്, ലഖബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, യമീനുദ്ദീൻ എന്ന ലഖബാണ് അവർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ, യമീനുദ്ദീൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇതിൽ പറയുന്നത്. ഡൽഹിയിൽ ആണ് അദ്ദേഹം ജനിച്ചത് തുടങ്ങിയ കാര്യങ്ങളും, നിസാമുദ്ദീൻ വലിയുടെ ശിഷ്യനും അവരെ ഫോളോവറുമായിരുന്നു എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യുക, അടുത്ത വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, മിൻ അയ്യ ഖസീദത്തിൻ അഖദൽ ബൈത്തു താലി അമൻ മുഅല്ലിഫുഹ. ഏത് ബൈത്തിൽ നിന്നാണ് താഴെ കൊടുത്ത കവിതാശകലം എടുത്തിട്ടുള്ളത്, അതിൻ്റെ രചയിതാവ് ആരാണ്, അതാണ് ഇപ്പോൾ ഈ ചോദ്യം. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനങ്ങനെ നോട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പോൾ ഈ പറയുന്ന വരിയൊന്നും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിൽ അവിടെ വരുന്നില്ല കേട്ടോ. പക്ഷേ എന്നാൽ പോലും ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ വളരെ ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ദർസ് ദാവാ കോളേജുകളിൽ, അതുപോലെ ഇസ്ലാമിക സ്ഥാപനങ്ങളിലൊക്കെ സാധാരണയായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സൂഫി ഗീതമാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖത്തുൽ ഔലിയ എന്ന് പറയുന്ന സൈനുദ്ദീൻ മഖ്ദൂം കബീർ രചിച്ച ഈ കവിതാശകലം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ ഇൻട്രൊഡക്ടറി ലൈനാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്ത്, അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖി ലിൽ ഉല ഹംദൻ യുവാഫി ബർറിഹിൽ മുതകാമില എന്നൊക്കെ പറഞ്ഞിട്ട്, ബർറഹുൽ മുതകാമില എന്ന് പറഞ്ഞിട്ടുള്ള ഈ വരികൾ. അപ്പോൾ പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹിദായത്തുൽ അദ്കിയയുള്ള വരികൾ തന്നിട്ടാണ് ഇപ്പോൾ ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. എന്നാലും പിന്നെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള പിന്നെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ആവട്ടെ, നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഇനി അടുത്തൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, പിന്നെ 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മൻ ഹുവ അഷ്ഹറു അബ്നായി അൽ ഇമാം വലിയുല്ലാഹി അദ്ദഹ്ലവി ഉദ്കുർ ഇസ്നൈനി മിൻ മുഅല്ലഫാത്തിഹി. ഇമാം വലിയുല്ലാഹി ദഹ്ലവിയുടെ ഏറ്റവും പ്രസിദ്ധനായ മക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആളാരാണ്? അവർക്ക് 4ഓളം മക്കളുണ്ട് കേട്ടോ, 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായ ഏറ്റവും പ്രസിദ്ധനായ മകൻ ആരായിരുന്നു? അവരുടെ പ്രധാനപ്പെട്ട 2 രചനകൾ പറയാമോ? അപ്പോൾ അവരുടെ മക്കളും ഇതേപോലെ എഴുത്ത് രംഗത്ത്, ഈ കിതാബ് രചനാ രംഗത്തൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അവരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ആളാണ് ഈ പറയുന്ന ഷാഹ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾ കേട്ടോ. അവർ വലിയ പണ്ഡിതനായിരുന്നു, വാപ്പയെ പോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ അവരുടെ ഏറ്റവും പ്രസിദ്ധമായ 2 ഗ്രന്ഥങ്ങളാണ് മുകളിൽ കൊടുത്തത്, അൽ ഫത്താവ അൽ അസീസിയ എന്ന് പറയുന്ന, കാരണം അവരുടെ പേര് ഇവിടെ കണ്ടല്ലോ നിങ്ങൾ, അസീസ് എന്നാണ്. അപ്പോൾ ഫത്താവ അൽ അസീസിയ എന്നായിരുന്നു അവരുടെ ഫത്താവയുടെ പേര്. ഫത്താവ എന്ന് പറഞ്ഞാൽ ഫത്തുവകളുടെ സമാഹാരമാണ്. അതായത് നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ഇസ്ലാമികപരമായ നിയമങ്ങൾ പറയുമല്ലോ, അതിനാണ് ഫത്വ എന്ന് പറയുക, പണ്ഡിതന്മാർ പുറപ്പെടുവിക്കുന്ന. അതിൻ്റെ ആ ഗ്രന്ഥമാണ് ഫത്താവ അൽ അസീസിയ. പിന്നെ മറ്റൊന്ന് അവർ എഴുതിയ തഫ്സീറാണ്, അതിന് തഫ്സീറുൽ അസീസിയ എന്നും
തഫ്സീറുൽ അസീസി എന്നുമാണ് പേരുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക. പിന്നെയുള്ള മക്കളൊക്കെ പറഞ്ഞാൽ ഒരു മകന് ഇവരെ തന്നെ പഠിച്ചതാണ്, ഷാഹ് അബ്ദുൽ അസീസ് എന്നവരുടെ അടുത്ത് പഠിച്ചതാണ് പിന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മറ്റൊരു മകൻ. പിന്നെ ബാക്കിയുള്ള ഒന്നോ രണ്ടോ ആളുകൾ അവർ പണ്ഡിതന്മാരായിട്ട് അങ്ങനെ അറിയപ്പെട്ട മക്കളല്ല താനും. അപ്പോൾ ഇവരാണ് പിന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ ഏറ്റവും പ്രസിദ്ധനായ മകൻ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്കുർ അർബഅത്തൻ മിൻ മുഅല്ലഫാത്തി അബുൽ ഹസൻ അലി നദ്വി ഫി സീറത്തി വ താരീഖ്. അബുൽ ഹസൻ അലി നദ്വിയുടെ താരീഖിലും സീറയിലൊക്കെയുള്ള ഒരു 4 ഗ്രന്ഥങ്ങൾ പറയാമോ? അപ്പോൾ ഗ്രന്ഥങ്ങൾ പരമാവധി പലയിടത്തും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്. പിന്നെ എന്താണ് കിതാബാൻ ഫി താരിഖ്, അതായത് 4 ഗ്രന്ഥങ്ങളാണ് പറഞ്ഞത്. സീറയിൽ നിന്നും താരീഖിൽ നിന്നുമായിട്ട് 4 ഗ്രന്ഥങ്ങൾ. അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയതിൽ അതിൽ താരീഖിലും സീറയിലും കൂടിയായിട്ട് നമുക്ക് ഈ രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ താരീഖിൽ വന്നവരുടെ 2 ഗ്രന്ഥങ്ങളാണ് റിജാലുൽ ഫിക്കിരി വ ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ചരിത്ര ഗ്രന്ഥമാണ്. അതുപോലെ സുറാഉ ബൈനൽ ഫിക്രത്തിൽ ഇസ്ലാമിയ വൽ ഫിക്രത്തിൽ ഗർബിയ ഫിൽ അഖ്താറിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാജ്യങ്ങളിലെ പിന്നെ യൂറോപ്യൻ ചിന്താഗതിയും അതുപോലെ ഇസ്ലാമിക ചിന്താഗതിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം. പിന്നെ സീറയും താരിഖും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സീറയിൽ ബയോഗ്രഫിയാണ് ഉണ്ടാവുക കാര്യമായിട്ട്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ബയോഗ്രഫി ആകുമ്പോൾ സീറത്തുൻ നബവിയ്യ എന്ന് പറയും. താരിഖാണ് ഹിസ്റ്ററിയാണ്, ചരിത്രം. അപ്പോൾ അതിൽ ചരിത്രം എന്ന് പറയുന്നത് ഒന്നുകൂടി വിശാലമാണ്. അപ്പോൾ സീറയുള്ളവർ 2 ഗ്രന്ഥം എന്ന് പറയുന്നത് സീറത്തുൻ നബവിയ്യ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. മറ്റൊന്ന് അൽ മുർത്തള എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പുകഴ്ത്തിക്കൊണ്ട് എഴുതിയൊരു ഗ്രന്ഥമാണ്. അലിയുൽ മുർത്തള എന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ അവരെ പറ്റി എഴുതിയ ഗ്രന്ഥമാണ് അൽ മുർത്തള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്നെന്താണ് പേജ് നമ്പർ എത്രയാണെന്ന് ഓർത്ത് വെച്ചിട്ടില്ല. ഓക്കെ, പോട്ടെ, ഇതിൽ എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഫത്ഹുൽ മുഈൻ സംബന്ധിച്ചുള്ള ചോദ്യമാണ് കേട്ടോ, നോക്കിക്കോളൂ. പിന്നെ അതല്ല, മൻ മുഅല്ലിഫു ബസീസും മിനർ റഹ്മാൻ. ബസീസും മിനർ റഹ്മാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? മൗദൂഉഹു, അതിൻ്റെ വിഷയം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതും നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുസ്തകത്തിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല. ഏതായാലും മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് എനിക്കത് കണ്ടെത്താൻ പറ്റിയത്. എഴുതിയത് അബൂ ലൈല മുഹമ്മദ് ബിൻ മീറാൻ എന്ന് പറയുന്ന ആളാണ്. പിന്നെ പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു കിതാബിനെ കുറിച്ച് പറയുന്നില്ല. ഏതായാലും നമ്മളെ സിലബസിൽ കിട്ടുന്ന വിഷയങ്ങൾ നമ്മൾ പല പുസ്തകങ്ങളിൽ നിന്നായിട്ട് റെഫർ ചെയ്താൽ ഇതുപോലെയുള്ള വിവരങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ അതിലെ വിഷയം എന്താണെന്ന് എനിക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ മൗദൂ എന്താണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും എല്ലാവർക്കും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം വരാനുള്ളത്, ഓക്കെ, അടുത്ത ചോദ്യം ബയ്യിൻ ആൻ കിതാബി ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ. നമ്മൾ ഫത്ഹുൽ മുഈൻ്റെ പേരാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ. അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാനാണ് ചോദ്യം. അപ്പോൾ കേവലം അത് എഴുതിയ ആളെക്കുറിച്ചല്ല ചോദ്യം, അവിടെ ആ കിതാബിൻ്റെ പ്രസക്തിയെക്കുറിച്ചും മറ്റൊക്കെയാണ് ചോദ്യം കേട്ടോ. നമുക്ക് എന്ത് പറയാം, ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ ഹുവ കിതാബുൻ മുഖ്തസറുൻ ഫിൽ മസായിലിൽ ഫിഖ്ഹിയ്യ അലൽ മദ്ഹബി അൽ ഇമാമി അഷ്ശാഫിഈ. അപ്പോൾ അത് 2 ലൈനായിട്ട് നമുക്ക് കൊടുക്കാം. ഒന്നാമത്തേൽ എന്ത് പറയാം, ഈ ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഫിഖ്ഹിൻ്റെ മസലകൾ പറയുന്ന ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഫിഖ്ഹിൻ്റെ മസലകളൊക്കെ പറയുന്ന ചെറിയൊരു ഗ്രന്ഥമാണ്.
ഖദ് ഇഷ്തുഹിറ ഹാദൽ കിതാബു ഫി കസീരിൻ മിനൽ ബിലാദിൽ ഇസ്ലാമിയ. ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ ഗ്രന്ഥം വളരെയധികം പ്രസിദ്ധി നേടിയിട്ടുണ്ട്. പേജ് നമ്പർ 29 അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അവിടെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വിഷയങ്ങൾ പറയുന്നുണ്ട്. സിംഗപ്പൂരിലും മലേഷ്യയിലും ജാവയിലൊക്കെ ഉള്ള ആളുകൾ, ഇന്തോനേഷ്യയിലൊക്കെ ഉള്ള ആളുകൾ അന്ന് പിന്നെ വ്യാപകമായിട്ട് ഈ പറയുന്ന ഗ്രന്ഥം ഉപയോഗിക്കുന്നുണ്ട് പഠിക്കാനും മറ്റൊക്കെ എന്ന വിഷയങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതെല്ലാം കൂടി ഷോർട്ടാക്കിയിട്ടാണ് ഈ ബിലാദുൽ ഇസ്ലാമിയ എന്ന് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 10ാമത്തത് മൻ ഹുവ ഫഖ്റുദ്ദീൻ അബൂബക്കർ ബിൻ റമളാൻ അശാലിയാത്തി. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അശാലിയാത്തിയെക്കുറിച്ചുള്ള ചോദ്യം, ഇതൊന്നും ഇപ്പോൾ നമ്മളെ പിന്നെ പുസ്തകത്തിൽ സ്റ്റഡി മെറ്റീരിയലിൽ കാണുന്നില്ല. ഏതായാലും പിന്നെ മറ്റു പുസ്തകങ്ങളിൽ ഒരു പക്ഷേ വേറെ പ്രസാധകർ പുറത്തിറക്കുന്ന പുസ്തകത്തിൽ ചിലപ്പോൾ അതേപറ്റിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായേക്കാം. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോവാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറുപടി ഇവിടെ എന്താണ് പറയുന്നത്? അതെ, ഖാദി ഫഖ്റുദ്ദീൻ റമളാൻ അശാലിയാത്തി കാന ഫഖീഹൻ ഷാഫിഇയ്യൻ വ അഹദും മിനൽ ഉലമാഇൽ മുഹഖിഖീൻ. അപ്പോൾ അബൂബക്കർ ഷാലിയാത്തി എന്ന് പറയുന്ന ഖാദി ഫഖ്റുദ്ദീൻ റമളാൻ ഷാലിയാത്തി അവരെന്തായിരുന്നു? ഫഖീഹായിരുന്നു, ഫിഖ്ഹി പണ്ഡിതനാണ് ഷാഫി മദ്ഹബിൽ. അഹദം മിനൽ ഉലമാഇൽ മുഹഖിഖീൻ, നല്ല അതീവ നൈപുണ്യമുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളും കൂടിയായിരുന്നു. കാന ഖാദിയൻ ബി മദീനത്തി കാലിക്കൂത്ത് മിൻ ബിലാദി മലബാർ എന്ന് പറയുന്ന മേഖലയിലെ കാലിക്കറ്റ് പട്ടണത്തിൽ, കോഴിക്കോട് പട്ടണത്തിന് ഖാദി കൂടിയായിരുന്നു. കാന യുദരിസു വയുഫ്തി, അവർ ദർസ് നടത്തുകയും ഫത്വ നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒക്കെ അടുത്തൊരു ചോദ്യം കൊടുത്തിട്ടുള്ള എന്താണ്, പിന്നെ മൻ മുഅല്ലിഫു അൽ ഫത്ഹുൽ മുബീൻ വമാ ഹുവ അൽ മൗദൂഉൽ ഹാമ്മു ഫി ഹാദൽ കിതാബി. ഈ ഫത്ഹുൽ മുബീൻ, ഫത്ഹുൽ മൊയ്ൻ അല്ലേ, ശ്രദ്ധിക്കണം, ഫത്ഹുൽ മുബീനാണ്. ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൻ്റെ ഓദർ ആരാണ്? അതിലെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന മൗദൂഅ്, വിഷയം എന്താകുന്നു? ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യനുള്ള കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. മുഅല്ലിഫുഹു അൽ ഖാദി മുഹമ്മദ് ബിനു അബ്ദുൽ അസീസ്. നമ്മൾ ഖാദി മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്നിവരാണ് ഈ പറയുന്ന പിന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. വകാന മൗദൂഉഹു ഹൗലൽ ഇസ്തിഅമാരിൽ ബുർത്തുഗാലി വൽ മുഖാവമത്തി അലൈഹ വസനായി അലൽ മലിക് സാമിരി. അതിലെ വിഷയം എന്ന് പറയുന്നത്, കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തെക്കുറിച്ചും അവരോടുള്ള ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും അതോടൊപ്പം അന്നത്തെ ഭരണാധികാരിയായിരുന്ന സാമൂതിരി രാജാവിനെ സംബന്ധിച്ചുള്ള പ്രശംസയും ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമായിരുന്നു ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന ഖാദി മുഹമ്മദിൻ്റെ ആ ഗ്രന്ഥം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐന ഉലിദ അൽ ഇമാം വലിയുല്ലാഹി ദഹ്ലവി. ഇമാം വലിയുല്ലാഹി ദഹ്ലവി എന്താണ്, അവരെവിടെയാണ് ജനിച്ചിട്ടുള്ളത്? മത്ത, എപ്പോഴാണ്? ഇത് നമ്മൾ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ചാപ്റ്റർ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ചോദ്യമാണ് എന്നുള്ള വിഷയമൊക്കെ ആയിക്കോട്ടെ. ഏതായാലും ഇവിടെ പറയുന്നത് കാണാം. ഉലിദ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഫി ബഹ്ലത്ത് ബിമദീനത്തി ദഹ്ലി ഫി യൗമിൽ അർബിയ 2 മിൻ മാരിസ് 1703 മീലാദിയ ഖബല വഫാത്തി ഔറംഗസീബ് ബി 40 സനവാത്തിൽ. അപ്പോൾ ഷാ വലിയുള്ള ജനിക്കുന്നത് ബഹ്ലത്തിലാണ് കേട്ടോ. ബഹ്ലത്ത് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. ഡൽഹിയിലെ പട്ടണത്തിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ ആ ഉത്തരം കൊടുക്കാം. പിന്നെ എപ്പോൾ എന്ന് ചോദിച്ചാൽ ഫി യൗമി അർബിയ 2 മിൻ മാരിസ് 1703 മീലാദിയ, ക്രിസ്തു വർഷപ്രകാരം 1703 ഒരു മാർച്ച് 2 ഒരു ബുധനാഴ്ച ദിവസമാണ് അദ്ദേഹം ജനിച്ചത്. അതായത് ഔറംഗസീബ് മരിക്കുന്നതിൻ്റെ 4 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഖബല വഫാത്തി ഔറംഗസീബ് എന്നുള്ള പറയുന്ന വാക്കുമാണ് എനിക്ക് ഒഴിവാക്കട്ടോ, വേറെ കാര്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ കിതാബിൽ കൊടുത്ത് അതേപോലെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ചർച്ച പേജ് നമ്പർ 53 പറയുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെത് 36-37 പേജുകൾ നോക്കിയാൽ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ 10ാമത്തേത് നമ്മളെ ബുക്കിലില്ല എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ. 9ാമത്തെ ക്വസ്റ്റ്യൻ്റെത് പേജ് നമ്പർ 29 ചർച്ചയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് മൻ ഖാല ലാ ജിബായത ലി അർളില്ലാഹി തആല വലിമാദാ ഖാല ഹാദാ. അള്ളാഹുവിൻ്റെ ഭൂമിക്ക് ചുങ്കം തരാൻ പറ്റില്ല, നികുതി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ആരാണ്?
എന്തുകൊണ്ടാണ് അവരങ്ങനെ അപ്രകാരം പറഞ്ഞത്? ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 70 നോക്കിയാൽ കാണാൻ പറ്റും. അത് പറഞ്ഞത് വളരെ പ്രസിദ്ധമാണ്. നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ചിരുന്ന ഖാദി ഉമർ അൽ ബിലങ്കൂത്തി എന്ന് പറയുന്ന വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. ഖാല കദാലിക ഖാദി ഉമർ അൽ ബിലങ്കൂത്തി ലിഅന്നൽ മാലിക്കൽ ഹഖീഖിയ ലിൽ അർളി ഹുവല്ലാഹ്. അതിന് അവർ പറയുന്ന ന്യായം ഇതായിരുന്നു, ഇത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി, യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. ഫലൻ യുദ്ഫഅ ലറായിബു ലി അർദില്ലാഹി തആല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭൂമിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് അടക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എന്നായിരുന്നു അവരന്ന് അങ്ങനെ പറയാനുണ്ടായിരുന്ന കാര്യം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന എന്താണ്? ഉദ്കുർ അർബഅത മിനൽ ഉലമാഇൽ മുസ്ലിമീന ഫിൽ ഹിന്ദി ഫി അസ്റുൽ ഇഹ്തിലാലിൽ ഇൻജിലീസി. ഓക്കെ, അതായത് ഇംഗ്ലീഷ് അധിനിവേശം, ഇഹ്തിലാൽ എന്ന് പറഞ്ഞാൽ അധിനിവേശമാണ് കേട്ടോ, ഇൻവേഷൻ. അപ്പോൾ ഇംഗ്ലീഷ് അധിനിവേശം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇന്ത്യയിലെ 4 മുസ്ലിം പണ്ഡിതന്മാരെ കുറിച്ച് പറയാമോ? അപ്പോൾ നമ്മൾ ഇത് വിവിധ ചാപ്റ്ററുകളിലായിട്ട് വരുന്നൊരു കാര്യമാണ്. പിന്നാലെ പേജിലൊന്നും ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ വിവിധ ചാപ്റ്ററുകൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പലരും അവർ ചെയ്ത സേവനങ്ങളും ദഅവയുടെ ഭാഗമൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ ഇംഗ്ലീഷ് സാമ്രാജ്യത്തോട് അവർ എതിരിട്ടിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് പല പണ്ഡിതന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്ന് ഖാദി ഉമർ അൽ ബിലങ്കൂത്തി, വളരെ പ്രസിദ്ധമാണ്, നികുതി നിഷേധ പ്രസ്ഥാനം നയിച്ച ആൾ. അതുപോലെ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്, അവരുടേതും പ്രസിദ്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സാമൂതിരി രാജാവോടൊത്തിട്ട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങളെക്കുറിച്ച്. അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ, അതും പ്രസിദ്ധമാണ്. തഹരീർ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ട് ആളുകളെയൊക്കെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് അണിനിരത്തുന്നതിന് വേണ്ടി പ്രത്യേകം ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചവരായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ. ഷാ വലിയുല്ലാഹി ദഹ്ലവിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ വിവിധ അമീറന്മാരുമായി അവരോടൊക്കെ ഈ സമരം നടക്കുന്ന സമയത്ത് അവർ നിങ്ങൾ ഇസ്തിഖാമത്തിലായി ഉറച്ചു നിൽക്കണം എന്ന വിഷയമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയായിരുന്നു ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ജീവിച്ച പണ്ഡിതന്മാർ. ഇനി ഇംഗ്ലീഷ് അധിനിവേശത്തിനെതിരെയുള്ള ഒക്കെ സാമ്രാജ്യത്തെ പോരാട്ടം നടത്തുന്ന സമയത്തൊക്കെ ജീവിച്ചവർ. 15ാമത്തത് മൻ ഖായിലുൽ ബൈത്തി താലി ഒമാഹിയൽ മീസത്തുൽ ലുഗവിയ്യത്തുൽ ഹാദിഹിൻ ഖസീദ. താഴെ കൊടുത്ത വരി, ഈ ബൈത്ത്, അത് പറയുന്നത് ആരാണ്, ആരുടെ കവിതയാണത്, അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത എന്താണ്, എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ടല്ലോ, അതാണ് വരിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലാഹൽ ഹിലാലു ഹിലാല ലാമീൻ ലാമഅൽ ഇൽമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 67 കാണാം. ഈ പ്രസിദ്ധമായ കവിതാശകലം ഖാദി ഉമർ ഖാദി ബിലങ്കൂത്തി അവരുടെ വരികളാണ്. ഖായിലു ആദൽ ബൈത്തിയാണ് ഖാദി ഉമർ ബിലങ്കൂത്തി, വെളിയങ്കോട് ഉമർ ഖാദിയുടെ വരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ പുള്ളിയുള്ള അക്ഷരം പോലും ഉപയോഗിച്ചിട്ടില്ല. ഈ വരികൾ മാത്രമല്ല, ആ കവിതാ സമാഹാരത്തിൽ ഉള്ള ഓരോ ലൈനും ഒരൊറ്റ പുള്ളിയുള്ള അക്ഷരം ഉപയോഗിച്ചിട്ടില്ല. അവരുടെ അങ്ങേയറ്റത്തെ ഭാഷാരംഗത്തുള്ള നൈപുണ്യമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതാണ് ഖുസൂസിയ്യത്തുഹു അന്നഹു ലം യസ്തഅമിൽ ഫിഹ ഇല്ലൽ ഹുറൂഫ് അൽ മുഹ്മലത ഫഖത്ത്. ഹുറൂഫുൽ മുഹ്മലത്ത് മാത്രമാണ്, അഥവാ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രമേ അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഓൾറെഡി ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ അതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കണം ഇൻഷാ അല്ലാഹ്. അത് മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തും. സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.